ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്: കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞതും ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ പറ്റി വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ കൊടുത്തിട്ടുള്ള ആമുഖം. ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകൻ യെശയ്യാവ് അദ്ദേഹത്തിൻ്റെ പ്രവചന പുസ്തകത്തിൽ 40-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ ഈ സുവിശേഷത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ മുന്നോടിയായി യേശുവിൻ്റെ മുന്നോട്ടക്കാരനായി ഈ ലോകത്തിലേക്ക് അയച്ച വിശുദ്ധ സ്നാപകൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. എന്താണ് ആ മരുഭൂമിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ശബ്ദം? 4 കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എല്ലാ താഴ്വരയും നികന്നുവരും. ഏതാണ് ഈ താഴ്വാരം? ആരാണ് ഈ താഴ്വാരത്തിൽ ജീവിക്കുന്നത്? ഒരുപക്ഷെ നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരുമായിരിക്കാം ആ താഴ്വാരത്തിൽ ജീവിക്കുന്നത്. പാപമാകുന്ന താഴ്വാരം. മൂല്യങ്ങളില്ലാത്ത ജീവിതം നയിച്ച് അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാൻ സമയമില്ലാതെ ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് അറിയാതെ തെറ്റുകളും കുറ്റങ്ങളും വന്നുപോയി പാപങ്ങളാൽ മുറിപ്പെടുന്ന ഒരു ഹൃദയവുമായാണോ ഞാൻ ജീവിക്കുന്നത്? അക്കൽ ദാമ എന്ന താഴ്വര നമ്മൾ കേട്ടിട്ടുണ്ട്. കുറ്റബോധം കൊണ്ട് യൂദാസ് സ്കറിയോത്ത ജീവിതം അവസാനിപ്പിച്ച താഴ്വാരം. പാപത്തിൻ്റെ താഴ്വാരം ഞാൻ നികത്തേണ്ടിയിരിക്കുന്നു. താഴ്വരകൾ അനുതാപമെന്ന മണ്ണിട്ട് ദൈവമേ നികത്തുവാൻ എന്നെ നീ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. രണ്ടാമത് പറയുന്നു, എല്ലാ മലയും കുന്നും നിരപ്പാക്കണം. ഏതായിരിക്കും ഈ മല? ഏതായിരിക്കും ഈ കുന്ന്? നമ്മുടെ ഹൃദയത്തിൽ വളർന്നു വലുതാകുന്ന അഹങ്കാരത്തിൻ്റെ മല, നമ്മുടെ മനസ്സിൽ കുന്നുകൂട്ടുന്ന അസൂയയുടെ കുന്നുകൾ, ഇവ നിരപ്പാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അഹങ്കാരത്തെയും അസൂയയും ദൈവമേ എന്നിൽ തച്ചുടയ്ക്കുവാൻ ഒരു ശിശുവിൻ്റെ ഹൃദയത്തോടെ നിന്നിലേക്ക് അടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി എൻ്റെ അഹങ്കാരം, എൻ്റെ അസൂയ എന്ന മലയും കുന്നും നിരപ്പാക്കുവാൻ നിനക്ക് മനസ്സുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി നാം കാണുകയാണ് വളഞ്ഞ വഴികൾ നേരെയാകണം എന്ന ആഹ്വാനം. എന്തായിരിക്കും എൻ്റെ വളഞ്ഞ വഴികൾ? എൻ്റെ ഇല്ലാത്ത വിശുദ്ധി ഞാൻ അഭിനയിച്ച് എൻ്റെ വാക്ക്, എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി ഇവയെല്ലാം ദുഃഖം നൽകുന്നതാണോ? അതോ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തയുമെല്ലാം ഒരു നിഷ്കളങ്കനായ കുഞ്ഞിന് തുല്യനാണോ? അങ്ങനെ ഒരു നേർപാതയിൽ നടന്ന് അവനെ അനുഗമിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നാലാമതായി നമ്മളിവിടെ കാണുന്നു ദുർഘടമായ വഴി. കല്ലും മുള്ളും നിറഞ്ഞ പരുപരുത്ത ഒരു വഴി. എൻ്റെ മനസ്സ്, അത് പരുപരുത്ത ഒരു മനസ്സാണോ? അതോ യേശുവിനെ പോലെ കുഞ്ഞുങ്ങൾ തൻ്റെ അടുക്കൽ വരുന്ന ഒരു മൃദുല മനസ്സിന് ഞാൻ ഉടമയാണോ? എൻ്റെ പ്രകൃതം അത് മറ്റുള്ളവർക്ക് ദുഃഖം നൽകുന്നതാണോ അതോ സന്തോഷം നൽകുന്നതാണോ? തീർച്ചയായും ദൈവമേ, പരുപരുത്ത എൻ്റെ സ്വഭാവം അത് ഊരിവെച്ച് ഒരു മനുഷ്യപ്പറ്റുള്ള, ഒരു ദയയുള്ള, നിരപ്പായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റുവാൻ നിനക്ക്
സമ്മതമാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, യെശയ്യാ പ്രവാചകനിലൂടെ നീ വാഗ്ദാനം ചെയ്ത പോലെ നിൻ്റെ രക്ഷയെ കാണുവാൻ എൻ്റെ ഈ ജഡീക ശരീരം കൊണ്ട് എന്നെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.